ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം ഒരു സ്നാക്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നതാണ്. വൈകുന്നേരത്തെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പം അങ്ങനെ മാങ്ങ അങ്ങനെ സീസണല്ല, മാങ്ങ കിട്ടാനില്ല എന്നല്ല, കിട്ടാനുണ്ട്. പക്ഷേ നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള നമ്മുടെ ആ ഒരു നാടൻ മാങ്ങ കാര്യങ്ങളൊന്നും ഇപ്പം എന്തായാലും കിട്ടില്ലല്ലോ. പിന്നെ ഈ പൾപ്പാക്കിയിട്ടൊക്കെ എടുത്തു വെച്ചവരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലതാട്ടോ. പിന്നെ ഈ ടിന്നിൽ പൾപ്പ് ആ രീതിയിലൊക്കെ മാങ്ങ കിട്ടും കേട്ടോ, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇപ്പം കിട്ടുന്ന മാങ്ങയിൽ നല്ലോണം കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർക്കേണ്ടി വരും കേട്ടോ. നമ്മളിങ്ങനത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെറിയ പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുറച്ച് കുഴപ്പമില്ല, മാങ്ങേൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പഴുപ്പാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് ബ്രെഡ് സ്ലൈസസും കൂടെ എടുക്കട്ടെ. ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാനിത് കാണിച്ചിട്ടുണ്ട്, സ്നാക്സ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് മാങ്ങയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴം വെച്ചിട്ട്, സ്ട്രോബെറി വെച്ചിട്ട്, അങ്ങനെ നമുക്കിഷ്ടമുള്ള ബട്ടർ ഫ്രൂട്ട് വെച്ചിട്ട്, അങ്ങനെ നമുക്കിഷ്ടമുള്ള ഫ്ലേവറിലൊക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ. അതുപോലെ ഫാഷൻ ഫ്രൂട്ടില്ലേ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ബട്ടർ ഫ്രൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് കുറച്ച് മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ട്, വേണമെങ്കിൽ കുറച്ച് മിൽക്ക് ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ പഞ്ചസാരയും കൂടെ കുറച്ച് ഏലക്കപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ പൾപ്പാക്കി എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് സ്പ്രെഡാക്കിയിട്ട് യൂസ് ചെയ്യാം. സ്ട്രോബെറിയൊക്കെ പിന്നെ അറിയാലോ, നന്നായിട്ട് മിക്സിൻ്റെ ജാറിൽ അടിച്ചെടുത്താൽ മതി. കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട്, പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ റോബസ്റ്റ പഴം, സാദാ പഴം, ചെറിയ മൈസൂർ പഴം, അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ നന്നായിട്ട് പൾപ്പാക്കി എടുത്ത് കുറച്ച് മധുരം കൂടെ ചേർത്തിട്ടൊന്ന് പൾപ്പാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അത് നമുക്കിഷ്ടമുള്ള ഫ്ലേവേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. വാനില എസൻസ്, അതുപോലെ തന്നെ ഏലക്കപ്പൊടി, അങ്ങനെയൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് ഇതുപോലെ കുട്ടികൾക്ക്, നമുക്കാണെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും സ്നാക്സ് ബോക്സിലൊക്കെ ആക്കിയിട്ട് കൊടുത്തു വിടാൻ നല്ലതാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന അങ്ങനത്തെ സ്ക്വാഷ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ജാമ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ പൈനാപ്പിൾ എടുക്കുമ്പോൾ നിങ്ങൾ പൈനാപ്പിൾ ഒന്ന് വിളയിച്ചിട്ട് എടുക്കണം കേട്ടോ, എന്നിട്ട് പൾപ്പാക്കിയാൽ മതി. അപ്പോൾ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് വരില്ല. ഏകദേശം എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഇതുപോലെ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. മാങ്ങയൊക്കെ മാങ്ങ സ്ട്രോബെറിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ നട്ട്സൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുക്കുക. മിക്സീൻ്റെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ട് ഈ പൾപ്പിൽ മിക്സ് ആക്കിയിട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലൊന്ന് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുത്താൽ മതി കേട്ടോ. എന്തെങ്കിലും ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്ത് കൊടുത്താൽ അതവരെ വയറിലേക്ക് അവർ അറിയാണ്ട് അതവരുടെ വയറിലേക്ക് എത്തുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ട്രിക്കിലൂടെ നമുക്കത് ചെയ്തെടുക്കാം. കുട്ടികളാകുമ്പോൾ അങ്ങനത്തെ ഒന്നും എന്താ പറയുക, നട്ട്സൊന്നും അങ്ങനെ എടുത്ത് കഴിക്കണമെന്നില്ലല്ലോ. ചില കുട്ടികൾ കഴിക്കും, പക്ഷെ ചില കുട്ടികൾക്ക് അങ്ങനെ കഴിക്കുകയില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ആ രീതിയിലൊക്കെ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ നന്നായിട്ട് പൊടിച്ചെടുത്താൽ പാല് കുടിക്കുന്ന കുട്ടികളാണ്, പാലിൻ്റെ കൂടെയൊക്കെ നമുക്ക് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഫ്ലേവർ, ബൂസ്റ്റ് ഫ്ലേവറോ ഹോർലിക്സ് ഫ്ലേവറോ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള, അങ്ങനെയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് ആ ഫ്ലേവർ അറിയാത്ത രീതിയിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കട്ടെ. അപ്പോൾ സാൻഡ്വിച്ച് മേക്കറിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കിയിട്ട് എടുക്കുന്നുണ്ട്. കുറച്ച് ബട്ടർ ആക്കിയിട്ട് നിങ്ങൾക്ക് ദോശപ്പാനിലിട്ടിട്ട് കുറച്ച് ബട്ടറോ ഓയിലോ ഗീയോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക ബ്രെഡും കൂടെ. അപ്പം ആ ഒരു ചെറിയ ചൂടും കൂടെ ഉണ്ടാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അല്ലെങ്കിൽ ചൂടോടെ കഴിക്കാനെന്നല്ല, ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ബ്രെഡിന് ഒന്നും കൂടെ ആ ഒരു പ്ലെയിനായിട്ട് നിൽക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ നമുക്ക് സാൻഡ്വിച്ച് മേക്കറിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു നല്ല ലുക്ക് വൈസും അടിപൊളിയായിരിക്കും ഇതുപോലെ. അപ്പോൾ നമ്മളെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ വീട്ടിൽ എന്തായാലും ബ്രെഡൊക്കെ നമ്മൾ എന്തായാലും കൊണ്ടുവെക്കുമല്ലോ. ബ്രെഡിൻ്റെ ഉള്ളിൽ, ബന്നിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഞാൻ മുന്നേ കുറേ സാൻഡ്വിച്ച് ഇതുപോലെ സിമ്പിളായിട്ടുള്ള അങ്ങനത്തെ കുറേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുത്തിട്ട് പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ എപ്പോഴും നമ്മൾ ബേക്കറി കാര്യങ്ങളൊന്നും അങ്ങനെ കൊണ്ടുവെക്കുമല്ലോ. അപ്പോൾ കയ്യിലുള്ള ഫ്രൂട്ട് വെച്ചിട്ട്, ആപ്പിളൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ആപ്പിൾ സീസൺ, ഓറഞ്ച് സീസണൊക്കെ അല്ല, അതൊക്കെ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ടൊക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ അതുപോലെ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഒന്ന് തട്ടിക്കൂട്ടിയതാണ് കേട്ടോ. പിന്നെ ഞാൻ അപ്പുറത്ത് കുറച്ച് ചായയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്.
കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേർക്ക് ഞാൻ എന്താ പറയുക റിപ്ലൈ കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ റിപ്ലൈ തരുന്നതാണ്. ഇന്നും നാളെയൊക്കെ ആയിട്ട് ഞാൻ റിപ്ലൈ തരാം. ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി തരാം കേട്ടോ. അങ്ങനെ എന്താ പറയുക വേഗം ഡൗട്ട് ചോദിക്കുന്നവർക്ക്, അതായത് റെസിപ്പി ആയിട്ടുള്ള ഡൗട്ട് ചോദിക്കുന്നവർക്ക് ഞാൻ അപ്പം തന്നെ ഞാൻ വിട്ടുപോയ എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾ ചോദിക്കുന്നുണ്ട്, അത് ഞാൻ അപ്പം തന്നെ ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാത്തത് നിങ്ങൾ വീഡിയോ ജസ്റ്റ് കണ്ടു നോക്കിയാൽ നിങ്ങൾക്കത് ക്ലിയർ ആവുകയും ചെയ്യും. ഡീറ്റെയിൽ ആയിട്ട് അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതാ നമ്മളെ സ്നാക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഏത് രീതിയിലും വേണമെങ്കിൽ കട്ട് ചെയ്യുക. കുട്ടികൾക്കാവുമ്പോൾ 4 പീസായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ അവർക്ക് കഴിക്കാനും അതുപോലെ തന്നെ അവർ സ്നാക്സ് ബോക്സിലൊക്കെ ആക്കി കൊടുത്താൽ അവർക്കൊന്നും കൂടി ഈസി ആയിരിക്കും. ഈ രീതിയിലും വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ഒരു ഫുൾ സൈസ് ആണെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പോൾ ഇതിങ്ങനെ സൈഡിൽ നിന്ന് ഈ ഒരു ലൈറ്റ് എല്ലോ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഉള്ളിൽ നമ്മൾ നല്ല ക്രീമി ഫില്ലിംഗ് ഒക്കെ ആയിട്ട്. ഇപ്പം ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തില്ലേ, നിങ്ങൾക്ക് ആ പഞ്ചസാര അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് അതിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. എപ്പോഴൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ, ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വയനാട് ഫ്ലവർ ഷോ 2025 ഡിസംബർ 1 മുതൽ 31 വരെ കൽപ്പറ്റ ബൈപ്പാസ് വരെ ശനി ഞായർ ദിവസങ്ങളിലും മറ്റ് അവധി ദിനങ്ങളിലും കുടുംബ സമേതം സ്വാഗതം. ഇത് നമ്മൾ രാത്രിയിൽ ഒന്ന് വന്നതാണ് കേട്ടോ, ഒന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ വയനാട് ഫ്ലവർ ഷോ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, കൽപ്പറ്റ ബൈപ്പാസിൽ. എല്ലാ കൊല്ലവും ഉള്ളതല്ല, ഞാൻ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടാവും. എല്ലാ കൊല്ലവും ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഏടത്തി മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. കാര്യം എന്താ പറയുക, ഫ്ലവറൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്രാവശ്യം കൂടുതലുള്ളത് എല്ലാ പ്രാവശ്യം ഇങ്ങനെ ബൊഗൻവില്ല നന്നായിട്ടുണ്ടാവലുണ്ട്. ഇപ്രാവശ്യം അത് ഇല്ല, അതൊന്ന് ഡൗൺ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു മഴയൊക്കെ ഇപ്പോൾ പോകുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാന്ന് തോന്നുന്നു. എന്നാൽ നല്ല ബോൾസം ചെടി അതുപോലെ തന്നെ ജമന്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്, ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പോൾ പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി നോക്കിക്കോട്ടെ, നമുക്ക് നഷ്ടമായിട്ട് തോന്നൂല. അപ്പോൾ ഇതാ നമ്മൾ കയറിയിട്ടേ ഉള്ളൂ. അങ്ങനെതാ നല്ല 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 ചെടികൾ കേട്ടോ. ഞാൻ അധികമൊന്നും വീഡിയോ എടുക്കണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ പോയതിങ്ങനെ ജസ്റ്റ് ഒന്ന് എടുക്കുക അങ്ങനെ വിചാരിച്ചു. പക്ഷേ ഫ്ലവർ കണ്ടിട്ട് കണ്ണ് കള്ളിപ്പോയിട്ടോ, നമുക്കിങ്ങനെ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. അങ്ങനെ കയറി ചെല്ലുന്നിടത്തന്നെ നന്നായിട്ട് ഈ ബോൾസും ചെടികളും അതുപോലെ തന്നെ ഇത് ഇപ്രാവശ്യം ഒരു നല്ല രസമുണ്ട് കേട്ടോ, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. ചെറിയ നമ്മൾ ആന്തൂറിയല്ലേ, മിനി ആന്തൂറിയം, അതിലിങ്ങനെ റെഡിൽ ഒരു ലൈന് വന്നിട്ടുള്ള ആ ഒരു സൈസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് അതിങ്ങനെ കാണാനായിട്ട്. പിന്നെ എല്ലാം ഉണ്ട്, പക്ഷേ എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ് ഈ ആന്തൂറിയം ചെടി. അതുകൊണ്ട് എൻ്റെ കണ്ണ് വേഗം അതിലേക്കാട്ടോ പോയത്. നല്ല രസമല്ലേ കാണാൻ, ഈ വലിയ ആന്തൂറിയത്തിനേക്കാളും ഈ ചെറിയ ടൈപ്പ് നല്ല രസമല്ലേ. പിന്നെ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്ക്. ഞാൻ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല, എന്നാലും അവിടെ ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആ വൈറ്റ് കാണുന്ന ജമന്തിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഫ്ലവർ ഷോ വന്നാൽ ഞാൻ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് ദിവസമായി ഇപ്പോൾ തുടങ്ങിയിട്ട്, പക്ഷേ ഈ മാസം ഫുള്ളായിട്ടുണ്ട്. എന്നാലും പോയിട്ടില്ലെങ്കിൽ ഒരു ടെൻഷനാട്ടോ, ഒരു എന്തോ പോലെ ഒരു മിസ്സിങ്ങാണ്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ വന്നോണ്ട് എന്തായാലും എല്ലാ കൊല്ലം നമ്മൾ 1, 2, 3 പ്രാവശ്യമൊക്കെ വരലുണ്ട്. ഒരു തവണയെങ്കിലും എന്തായാലും ഒന്ന് വന്ന് നോക്കണമല്ലോ. അപ്പോൾ ഫ്ലവറൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നിയത്. പിന്നെ നമ്മൾ ഫസ്റ്റിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതുകൊണ്ടും ആവാം കേട്ടോ. ലാസ്റ്റിലേക്കൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഡ്രൈനസും കാര്യങ്ങളൊക്കെ വരാൻ മതി. അപ്പോൾ എല്ലാവരും പോകുന്നുണ്ടെങ്കിൽ, ചെടികളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല ചെടികളോട് താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ വേഗം പോട്ടോ, എന്നാലാണ് ആ ഒരു ഫ്രഷോട് കൂടിയിട്ടുള്ള പ്ലാന്റും കാര്യങ്ങളൊക്കെ. എന്തായാലും അവരെ സ്ഥലത്തുനിന്ന് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇങ്ങനത്തെ ഒരു സ്ഥലത്തുനിന്ന് അവർ മാക്സിമം നോക്കും, എന്നാലും അത്രയും ഫ്രഷ് ആയിട്ട് നിൽക്കൂലല്ലോ. അപ്പം സ്റ്റാർട്ടിങ്ങിലേ പോവുക കേട്ടോ എല്ലാവരും, എന്നാലാണ് അത് അങ്ങനെ ആ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയേ അത് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് റോസ് ഗാർഡൻ, ഇത് പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ. റോസ് ഗാർഡൻ എത്തിയ നമ്മൾ എന്തായാലും എത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിലും അവിടെ ഇങ്ങനെ നിന്ന് പോവും, അത്രയും രസമുണ്ട് കാണാനായിട്ട്. പിന്നെ അടുത്തത് ഒരു പെറ്റ് ഷോ ആണ് കേട്ടോ. ഇത് കണ്ടോ, നിങ്ങൾ കണ്ടു നോക്ക് കേട്ടോ. ഇതാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ കൽപ്പറ്റ ഫ്ലവർ ഷോൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയതേ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വലിയവർക്ക് തന്നെ ഇത് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. നല്ല നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതൊരു വേറെ തന്നെ ഒരു വൈബ് ഉണ്ട് കേട്ടോ. നമ്മളെ തലേൻ്റെ മുകളിലൂടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ കിളികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല സൗണ്ടും
എനിക്കത് കുറേ ഇതിൽ കൊടുക്കാൻ പറ്റുന്നില്ല സൗണ്ട്. ഇത് ഇവിടുത്തെ സൗണ്ട് കാര്യം മ്യൂസിക് ഉണ്ട്, അപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് വരില്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സൗണ്ട് കൊടുക്കാത്ത. കിഡിലെന്നായിട്ടുണ്ട് കേട്ടോ, സൂപ്പറാണ് ഈ ഒരു പെറ്റ് ഷോ, അടിപൊളി. ഇത് എന്തായാലും കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഇറങ്ങാനേ തോന്നിയില്ല സത്യം പറഞ്ഞാൽ. മുഹമ്മദ് മാത്രം ധൈര്യം. ഓനക്ക് പാമ്പിനെ അറിയില്ലല്ലോ. കണ്ടവിടെ ഓടുന്ന സാധനങ്ങളാണ്. മുഹമ്മദ് തൊടെ തൊടെ പിടിച്ചെടുക്കോട്ടു തലമേ തലമ തൊടുങ്ങി കണ്ടോ തൊടു മുഹമ്മദേ. തലമ തൊടിപ്പിക്കണ്ടോ, പിടിച്ചിങ്ങനെ താക്കും, വേനെടുത്തിട്ട് താക്കും. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാല് വീഡിയോ എടുക്കാൻ 100 രൂപ കേട്ടോ. അങ്ങനെ പോലും തോന്നില്ല. പോലാന്ന് എന്താ ഇറക്കിയൊക്കെ അത് ഇരുന്ന് നമസ്കാരം. നല്ല നമസ്കാരം. അതിലാ ഞാൻ പേടിച്ചത്. ഓരോ ആൾക്കാരല്ലേ പേടിച്ചു. ഒക്കെ ഓടി രക്ഷപ്പെട്ട
ഇനി അടുത്ത് നമ്മളെ ഫുഡ് കോർട്ടാണ് കേട്ടോ. അവിടെ നിന്നും എന്തായാലും പാനിപ്പൂരിയും അതുപോലെ തന്നെ ഈ കോളിഫ്ലവർ അത് ബജിയൊക്കെ അല്ലേ, അത് മസ്റ്റാണ് കേട്ടോ ഫ്ലവർ ഷോക്ക് വന്നാൽ. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും ഈ പാനിപ്പൂരിയും കൂടെ ഒന്ന് നോക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം പാനിപ്പൂരി അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്രാവശ്യവും ഒന്നും പറയാനില്ല, നല്ല നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ഇവന് ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ. നമ്മളൊക്കെ കഴിക്കുന്നത് കണ്ടിട്ട് ഇവനക്കും അതുപോലെ തന്നെ കഴിക്കണം. നമ്മൾ അതിൻ്റെ ആ ഒരു പൂരി അതെടുത്ത് കൊടുത്തപ്പോൾ അതുപോലെ അത് വെള്ളം കൂടെ വേണം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കഴിക്കാറൊന്നും അറിയില്ല. അത് വേണ്ട അങ്ങനെ അത് കൈ പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ആക്കിയിട്ട് നശിപ്പിക്കുക കേട്ടോ ചെയ്തത്. ഓൻ അറിയുന്നില്ല എങ്ങനെ കഴിക്കേണ്ടത്. പിന്നെ എരിവല്ലേ, എരിവും പുളിയും ഒക്കെ കൂടെ അല്ലേ. ഒന്നുമില്ല അതൊക്കെ ഇതിൽ നമ്മൾ മുഹമ്മദിനെ കയറ്റിയപ്പോൾ ഇത് ഓന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചത്. പക്ഷേ വൻ പരാജയമായിരുന്നു കേട്ടോ. ഓനത് പേടിയായിപ്പോയി ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ പിന്നെ ഇതിൽ കയറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. ഹവ്വയും തനും എല്ലാത്തിലും റെഡിയാണ്. പക്ഷെ മുഹമ്മദിന് എല്ലാത്തിലും പറ്റൂലല്ലോ. അതുകൊണ്ട് പിന്നെ ഇതിൽ കയറിയപ്പോൾ ആള് നല്ല ഉഷാറാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് നോക്കട്ടെ. ഇതിൽ
മുഹമ്മദിന് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതിനുശേഷം അവർ എല്ലാ കുട്ടികളുടെ റൈഡിലും കയറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളും അതുപോലെ തന്നെ യന്ത്രഊഞ്ഞാലിലും അതുപോലെ തന്നെ മറ്റേ ബ്രേക്ക് ഡാൻസും ഇല്ലേ, അതിൽ എല്ലാ തവണയും കയറലുണ്ട് കേട്ടോ. ഇപ്രാവശ്യം എന്തോ കയറിയിട്ടില്ല, നമ്മളാരും വലുതിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. എല്ലാ തവണയും അതിൽ രണ്ടിലും കയറലുണ്ടേ. റഫീഖാൻ്റെ കൂടെ വരികയാണെങ്കിലും ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, റഫീഖ കയറൂല, പക്ഷേ ഞാൻ യന്ത്രഊഞ്ഞാലിൽ കയറും, അതുപോലെ തന്നെ ബ്രേക്ക് ഡാൻസിലും അതിൽ രണ്ടിലും കയറലുണ്ട്. ഇപ്രാവശ്യം അത് മിസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇത് എൻ്റെ ആണ്. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡും കഴിച്ചിട്ട്, രാത്രിയിലത്തെ ഫുഡും കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് ഫ്ലവർ ഷോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.